ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മാങ്ങ നാരങ്ങ കൊണ്ടൊക്കെ അല്ല അച്ചാർ ഉണ്ടാക്കാറ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഓറഞ്ച് കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ ഓറഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള 4 ഓറഞ്ച് തൊലിയോട് കൂടിയിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓറഞ്ചോ മുസമ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓറഞ്ച് കഷ്ണങ്ങൾക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഈ ഓറഞ്ചിന് തൊലിക്ക് കയ്പ്പ് ഉണ്ടാവില്ല, ആ കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 മണിക്കൂർ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ സമയം വെച്ചാലും അത്രയും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് കൂടുതൽ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ വെളുത്തുള്ളി കൂടുതലിട്ടാൽ. പിന്നെ ഒരു 5-6 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ആ വറുത്തെടുത്താണ് കേട്ടോ ഇത്. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ കുറച്ച് അധികമാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് കുറച്ച് കൂടുതലിട്ട് പൊടിച്ചാലാണ് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ പൊടിച്ചതിന് ശേഷം ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി എടുത്തു വയ്ക്കാമല്ലോ. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്, കാരണം അച്ചാറൊക്കെ കേട് കൂടാണ്ട് എത്ര വേണമെങ്കിലും ഇരിക്കും. എന്നിട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണ് കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. അത് ഞാനിതാ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവുള്ള കാരണം ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടുമല്ലോ അച്ചാറിന്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ, ജീരകം, കടുക്, അതിൽ നിന്ന് നമ്മൾ 1/2 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കായം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ നീരോടുക്കനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓറഞ്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടാവും, നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ അച്ചാറിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നിട്ട് ഇപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി നമുക്കിത് അച്ചാറൊന്ന് തണുത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 6-7 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ, ഓറഞ്ച് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. പ്രത്യേകിച്ച് ബിരിയാണിയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.